ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തർ കരുളണമൂർധാനം. لأوسك مريو نفشاري مس هاليلويا علوخ بوك صبري سلو يبهاس നാഥാ നിങ്ങളുയർത്തുന്നെന്നാൽമത്തെ ഹാലേലൂയ. നീയൻ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ. ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാൽ ഹാലേലൂയ. കർത്താവേ കാട്ടുക നിൻ പാതകളെ പാർക്കുമോ. സർവേശാമസിഹാ വിശ്രാന്തിയുമാനന്ദമതും ദാസക്കരുൾക. മരണം കൈക്കൊണ്ടോലാം നീ പാതാളസ്ഥിതരെ. നാശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദാനങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയപ്പോൾ ആശ്വാസമവർക്കുദ്ധാനേ നൽകാം. സ്ഥാനഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം അറിയുമ്പോൾ ആദിത്യനുമമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്കാൽ അന്ത്യാവസ്ഥ
പാടെ കബറുകളിളകി പിളരുന്നു, നിര്യാതന്മാരുയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും നിയത വിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു. ആദമിലാരംഭിച്ചായതമായി മസിഹായോളം മരണം നീണാളോടി, മസിഹായ മരണത്തിൻ അധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി ഘോഷിക്കും എല്ലാ തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാം വിജയത്തെ. ന്യായാധിപനാഥ ഈശോയേ, വിധി വിജയം നേടും ധന്യൻ നാമെങ്ങെന്നോർപ്പിൻ സോദരരെ. വിധി വിജയം നേടും ധന്യൻ നാമിന്നാൾ വീട്ടിൽ ഭാഷിക്കും, നാളെ കബറുകളിൽ മൗനികളാ നിത്യമിതോർക്കുന്നു താൻ ധന്യൻ. ഉദ്ധാനദിനേ മൃഗജനതയുയിരേകി ശോഭനഗാത്രം നൽകും മസിഹാധന്യൻ. ഹേ മൃതിഗതരേ, ഉദ്ധാനം യുഗമെത്തും. ഖേദിക്കേണ്ട ദേഹത്തിൻ നാശത്തിൽ സുന്ദരമായി നിങ്ങളെ നിർമ്മിച്ചോ ഗാത്രത്തിൻ ഉദ്ധാനം നൽകി സർവ്വക്കും പ്രതിദാനം യോഗ്യത പോലരുളിടും. ദൈവാത്മജനെ ശാശ്വതരാജ്യത്താശ്വാസം നിൻ ദാസന്നേകുകധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം കല്ലറയിന്നും മൃതരേറ്റിട്ടുത്ഥാനത്തിൽ തേജോമയമാം വസ്ത്രം നൽകുന്നോനേ സ്തോത്രം. വാഴ്ത്തുകനാഥനെ എന്നാത്മാവേ, ഹല്ലേലൂയ. തിരുനാമത്തെ എന്നസ്തികളെ മോചിച്ചിടും നിൻ പാപങ്ങൾ. ഹല്ലേലൂയ. വേദനകൾ കേകും ശമനം.
മുടിവിനു നാഥാ വെടിയരുതേ. നിൻ തിരുമൈ ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചിടരുതേ. നിന്നെ വാഴ്ത്തിയ മദനങ്ങൾ വിലപിക്കരുതേ വേദനയാൽ. മൃതരെ സന്ദർശിച്ച സുധാ ഹൃദയടിയാരിൽ ചെയ്യണം. ജീവദനേ മൃതിയാർന്നോരെ ഉദ്ധാനം ചെയ്യിപ്പോരെ. ക്ഷണവും സ്തോത്രവും മറ്റോര മൃതികതരെ ജീവിപ്പിക്കാം. ലാസറിനെ കല്ലറയിന്നും ആഹ്വാനം ചെയ്തൊരു നാദാൽ വിശ്വാസത്തോടു മൃതി പൂണ്ടോർക്കുത്ഥാനം നൽകിയിടേണമേ. കൈക്കൊള്ളുക നാഥാ നിന്ദാസൻ തൻ സംസ്കാരെ. ഞങ്ങളണച്ചോരി പരിമളധൂപം ഇതിനാൽ നിൻ ശരണേ. മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. നവ്യതയുദ്ധാനേ കരുണാബ്ദേ നൽകാം. നിന്നിൽ നിദ്രിതരാം നിന്ദാസന്മാർക്കായി. സോദരരെ കാൺമിൻ കബറിൻ സംഹാരം. മർത്യാകാരത്തെ മൃത്യുഹനിക്കുന്നു. ആദാമിൻ ക്ഷയമോർത്തി മൃതിയിൽ കേഴിൻ. മൃതലോകത്തിൽ പൊടിയാമിയുലകത്തിൽ മോഹത്തെ വിടുവിൻ. കരുണാപൂർണാനിൻ സൃഷ്ടിക്കേ ഗണമേ പുതുമയുയിർപ്പിങ്കൽ. ആർദ്രതയാൽ നാദാദേവാ ദാസന്നേ ഗണമേ പുണ്യം. നിൻ മഹിമോദയ നാൾ തന്നെ നിർത്തണമേ വലമായിവനെ. വത്സലരേ ശാന്ത്യാവാഴ്വിൻ. താതന്മാരെ പ്രാർത്ഥിപ്പിൻ. ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു. ആർദ്രതയാൽ നാദാദേവാ ദാസന്നേ ഗണമേ പുണ്യം. നിൻ മഹിമോദയ നാൾ തന്നെ നിർത്തണമേ വലമായിവനെ. സംരക്ഷകനാം നാഥാദേവാ ഹല്ലേലൂയ ഹല്ലേലൂയ. രാവും പകലും തിരുമുൻപിൽ കേണേ.
നിങ്ങൾക്കുത്ഥാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. പൗലോസെഴുതി മൃതിമശിഹായിൽ പ്രാപിച്ചോരേ, മരണം ബാധിക്കില്ലെന്നേവം മശിഹാനിദ്രാവശരായോർ വീണ്ടും ഹൃദിയിൽക്കില്ലെന്നുദ്ഘോഷിച്ച ശാസ്ത്രീശൻ. നുകരുന്നോരു കടും കൈപ്പാണി മരണകാസ വൈരജകം പോകാമുടയോ നിന്നെ ആരായും എന്നാത്മാവോടാദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാത്മാ പോകുന്നു ശാന്തിയൊടുത്താനത്തോളം താനുവേ നിവസിക്കാം. ഹാലേലൂയ, ഊ ഹാലേലൂയ. ആർദ്രതയാൽ നാഥാദേവ ദാസന്നേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായിവനേ. സൃഷ്ടാവാം താതൻ സ്തുത്യൻ, രക്ഷകനാം പുത്രൻ വന്ദ്യൻ, കബറിനും പറുദീസായിൽ ചേർക്കും റൂഹാസ്തോത്രാർഹൻ. ആർദ്രതയാൽ നാഥാദേവ ദാസന്നേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായിവനേ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി ഹാലേലൂയ പാഴ്പാത്രം പോലായി ഞാൻ ആളുകളേറ്റമെനിക്കെതിരായി ഹാലേലൂയ ആലോചിക്കും അതു കേട്ടേ. ചൊന്നേൻ നീതാൻ എൻ ദൈവം, ഹാലേലൂയ നിൻ കയ്യിൽ താൻ കാലങ്ങൾ. സത്തമനെ കരുണാപൂർണ വിധിയേൽക്കരുതേ നിന്നടിയാ. തിരുമുൻപിൽ ജയമാർന്നോന വിധി ചെയ്യല്ലേ നീ അവരെ. കർത്താവേ അവരെ അൻപ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. മരണം പ്രാപിച്ചഴുകിപ്പോയോ നാം ലാസറിനെ കബറിനാഹ്വാനം ചെയ്ത സൃഷ്ടാവിന്നാജ്ഞാധ്വനിയുദ്ധാന മഹാദിവസേ മൃതരെ എത്തിച്ചേർക്കും യോശാഫാത്തെന്ന സാനുസ്ഥാനത്തിൽ അരജനിരിക്കും
ത്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്ന് തീടും. നാദ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. ധന്യൻ മസിഹാവാക്കാൻ മൃതരയുയർപ്പിപ്പോൾ തൻ കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും. അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാക്കും വന്നേറി കൈക്കൊണ്ടിടുവി. കൽപ്പന കാത്തോർക്കായി മുൻപേ താതൻ കരുതിടുമാരാജ്യം. നിൻ ശരണേ മൃദനാ ദാസനുദ്ധാനം നവ്യത നൽകട്ടെ. ഇതു മൃതിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥ നൽകണമാശ്വാസം. നാവുകളിലെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും. സ്തോത്രം പാടിയിടും. Brikhayo dazubo wataye mauto wazraban sabrod haya ുദ്ധാരത്തിൻ ശരണം തന്നവരാ ഉയിരിൻ നാഥൻ സീനായ് മേഘാവരോഹം ചെയ്തീശൻ മോശയ്ക്കുദ്ധാനം വെളിവായി കാട്ടി. ആദാ നിജമക്ക
മക്കൾക്കേകിയ കാസ ആമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാനാദാമിൻ ആൽമജരതു മുറയായി കൈമാറി. ആദാം നിജമക്കൾക്കേകിയ കാസ ആമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാനാദാമിൻ ആൽമജരതു മുറയായി കൈമാറി. വത്സലരേ ദൂരത്തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. സങ്കടകീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാളകവാടത്തിൽ ബന്ധിച്ചെന്നേ. കബറിൽ പൂകിടുമതിവീരൻ തന്നധികാരം ചെയ്യും. വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും. ചിതറിയൊരെല്ലഖിലം നേടും തേജസ്സാത്മാവൊടു ധനുവും നാശം കൂടാതുയരേൽക്കും. കർത്താവ് വരും, മൃതരെയുയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്നെൻ പ്രിയരെ പിരിയുന്നേ, സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പിൻ. കോഴയതന്നേ ദുഷ്ടനെ ശിഷ്ടനെയും കൊണ്ടിഹ പോകും, മൃതിവച്ചോൻ ധന്യൻ. എന്നേക്കും ശ്ലോമോ നൽകിടുവിൻ, ഓർക്കിൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ. ശുഭമൊടു പോവിൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. നമ്മുടെ രക്ഷയ്ക്കെഴുന്നള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുന്നള്ളും നൂനം. ആപൽ സ്ഥാനം നീങ്ങിയ നിന്നൗക, ആനന്ദത്തിൻ തുറമുഖമാർന്നല്ലോ. ആപൽ സ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃശ്ലീബാ പാലമതാകട്ടെ. കൃപ ചെയ്യണമേ നിൻ കൃപയാലെന്നിൽ, ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. സഭയും സുതരും പിതൃസുതരൂഹായേ, സ്തുതിഗീതത്തോടൊത്തു വണങ്ങിടും. മക്കൾക്കുത്ഥാനം വാഗ്ദത്തം ചെയ്തോൻ മശിഹാ, നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തർ കരുണമോ.
ഇവായെല്ലാം തൃക്കണ്ണാൽ കാണും മശിഹാ രാജാവേ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവിളി വാക്കല്ലേ. ജനതാത്മജ പാവനരൂഹ സത്യേശ കൽപ്പനയായി വാങ്ങിയൊരാത്മാവങ്ങിക്കായി വന്ദനവും സ്തുതിയും നൽകും. നാഥാനിങ്കലുയർത്തുന്നെന്നാത്മത്തെ ഹാലേലൂയ. നീയൻ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ. അറിയിക്കണമെന്നേ നിൻ ചെറുവഴികൾ ഹാലേലൂയ. നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കാം. സർവേശാമശിഹാ വിശ്രാന്തിയുമാനന്ദമതും ദാസർക്കരുക. മരണം കൈക്കൊണ്ടോരാം നീ പാതാളസ്ഥിതരെ. നാശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദ്ധാനങ്ങൾ വാഗ്ദത്തം ചെയ്തോദിയപ്പോൾ ആശ്വാസമത കൃത്താനേ നൽകാം. ഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം അറിയുമ്പോൾ ആദിത്യനുമമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്കാൽ അന്ത്യാവസ്ഥയിലെത്തുന്നു. പാടേ കബറുകളിളകി പിളരുന്നു. നിര്യാതന്മാരുയരുന്നു. നേരും നീതിയുമുൾക്കൊള്ളും നിയതവിധിക്കാൻ വിധിഗേഹം പ്രാപിക്കുന്നു. ആദമിലാരംഭിച്ചായകമായി മിശിഹായോളം മരണം നീണാളോടി. മിശിഹായ മരണത്തിൻ അധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി ഘോഷിക്കുന്നെല്ലാ തലമുറയും സ്ലീപായിന്നെ നേടിയതാം വിജയത്തെ. മിശിഹാരാജാവിൻ വരവിങ്കൽ ദൂതവരന്മാർ കാഹളമൂതും നേരം കബറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉത്ഥാനം ചെയ്തിടും. ദീപികയാളിച്ചീട്ടവരെത്തും മണവാളനുമായി മണവറയെ
ആരംഭിക്കുകയാണ്. നമ്മിൽ പോയ നമ്മുടെ ഈ വാത്സല്യ പിതാവ് തൻ്റെ പൂർവികരോട് ചേർന്ന അബ്രഹാമിയ മടികളിൽ നല്ല വിശ്രമസ്ഥാനം ലഭിക്കണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുകയാണ്. COVID-19 എന്ന സാങ്കേതിക രോഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് തലത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമൊക്കെയും ചില ക്രമീകരണങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരണങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് ആവശ്യമാണ്. ആയതിനാൽ ഒരു മരണഭവനത്തിൽ 20 പേരിൽ കൂടുതൽ കാണുവാൻ പാടില്ല എന്നുള്ള ആ പ്രോട്ടോകോള് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഇവിടെ നിൽക്കുക. മറ്റുള്ള ആളുകൾ ഈ മൃതദേഹം സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പുറത്തേക്ക് കടന്നു പോകണം. അതുപോലെ തന്നെ പള്ളിയിലേക്ക് കടന്നു വരുന്നവർ ഓർക്കുക, 20 പേരിൽ കൂടുതൽ വരാൻ പാടില്ല. എല്ലാം നമ്മുടെ സുരക്ഷയ്ക്കാണ് എന്നുള്ളതായ ആ കാര്യം മനസ്സിലാക്കി ആവശ്യമായ രീതിയിൽ പെരുമാറണം ഓർപ്പിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ആളുകൾ തന്നെ ശാരീരിക അകലം പാലിച്ചുകൊണ്ട് നിന്ന് ഇതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സുദൃശ്യനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കാവ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ മോഷിക്കണമേ. പരീക്ഷയിലേക്ക് സമാധാനം കോഴിക്കോടിയാണ് സ്നേഹം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പന പ്രകാരം പ്രാപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ വാത്സല്യ പിതാവിന്റെ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവരെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരെ ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവന് സംഗതിയാക്കണമേ. സംരക്ഷകനാം നാദാദേവ രാവും പകലും തിരുമുൻപിൽ കേറി പോകട്ടൻ പ്രാർത്ഥന നിൻ സവിധം ശ്രദ്ധിച്ചിടണമെൻ യാചനയെ മോഹിച്ചെന്നാൽമാം പെട്ടോരെ പോരായൻ തുണയറ്റോരോടൊത്തെ ഞാൻ കോലം വാരാമൽ ഓലം വൽമീനാമീൻ ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാന പെണ്ണാളിൽ ഉൾക്കൊണ്ടോരുയരെന്തിരുമയും മോചനമേകും തിരുരക്തമനു
നിങ്ങളെ നിർത്തിയിടും വലഭാഗേ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേലെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും മാറ്റി പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ അർപ്പിക്കുവാനായി ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജയിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ സ്തുതി. തന്റെ ദാസന്റെ മരണാനന്ത ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ആ സമയത്തും സകലകാലങ്ങളും നേരങ്ങളും സമയങ്ങളും ഞങ്ങളുടെ ആയുസ്സും ദിവസമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അതിലുണ്ടാകുന്നവരെപ്പോഴുള്ളവരും നന്നേക്ക് നിലനിൽക്കുന്നവരും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോട് പരിപാലിക്കുന്നവരുമായ ശിവരാനെ സംഖ്യാതീതമായ നിലകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയോടെ ഇടങ്ങും സ്വർഗീയമായ മേഘം നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തെ കേട്ട് വസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാള നശിക്കുകയും മാർഗബോധങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ചേർന്ന സർവ്വശരീരം പുനരാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെ സൃഷ്ടാവ് നിർമ്മിതാവെന്ന നിലയിൽ സൃഷ്ടിശക്തികളെ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചവരെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവവംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമത്തിന് ഭയങ്കരമായ സിംഹാസനം പാകെ വന്നുകൂടുകയും ചെയ്യുന്നവരാനും കാരണവാനോദയമാർത്താവിനെ സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്തിനുള്ള പ്രത്യാശയോടെ വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസനെ എന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവന് വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായിട്ട് അർപ്പിച്ചുള്ള ഞങ്ങളോട് നിന്റെ ദാസനും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പ്രേതനും നിന്റെ വലത്തുഭാഗത്തു നിന്നുകൊണ്ട് എന്റെ കർമ്മയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും രേഖയും ചെയ്യുമാറാണമേ. Paulus succeeded to me so to Bamsi, O Malto, Loto, Minsafi, Escaso, Minsaburumaki, Rodusabumay Bamsi, O Malto, Tenion, and Amoria, Loto, Min, Muriarati, Melenu, Adari. തിരുസന്നിധിയിലേക്ക് അവിടുന്ന് എടുത്തിരിക്കുന്നതിനാൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനു വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ സുഗന്ധരൂപം കൈക്കൊണ്ട് സ്വർഗീയ ഊർജ്ജമിൽ മോഹനീയമായ വാസസ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അതിരാക്കുകയും ചെയ്യണമേ. ഓർക്കുവാനും കൈപ്പാണി മരണകാസ വരികരവും പോകാമുടയോൻ നിന്നെ ആരായുന്നാത്മാവോ കാടോടെ ചൊല്ലും നേരം പാരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാ ഓരോ ശാന്തിയൊടുത്താനത്തോളും തനുവി നിവസിക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. Hola, hola, el rojo cadizo, hallelujah. ദൈവസുധാ വഴി യാത്രയിൽ പാതയം നീയ ജഗതീയ പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി ഞാനിരുതേ നിന്തനുരുതിരങ്ങൾ എന്തനുവേന്നു വാസന വീശുമ്പോ
മാമോദീസായിക്കോർത്താൽ മുങ്ങാത്തൊരു നാദാ നിൻകൃപ കാണമേ ഞാനുദ്ധാനത്തിൽ ഹാലേലുയ്യ യൗഹാലേലുയ്യ ഓലം വരാമൽ ഓലം വൽമീനാമീന ഹാലേലൂയ വേർപാടിൻ വേളയിൽ ആത്മം നീയോടുര ചെയ്യോ എന്തുപകാരം എനിക്കേലും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്ത നായൽ ഫലമുളമായി വാസസ്ഥലവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകരസിംഹാസന സഹിതം പോകും നേരേന്റെ ഹല്ലേലൂയ ശീലരിപ്പാൻ വയോരാവിൻ മേലനുവരായി ഓരനിസര ഹാമിലായി അലോഹ സോന അബുദായി ക്വാക്കി മൊയ് മിനിയാമീനു യൗമദുന ഖോറാബുസു രക്ഷിപ്പാൻ വന്നോൻ മശിഹാനിയൻ സംഗീതം മിത്രം ചാവിനുള്ളിൽ പാതാളത്തിൽ നിൻ ശ്രീവായാണേ ദൈവം എൻ വേർപാടാസെന്നും ഞാൻ നിങ്ങളിൽ നീപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർപ്പിന്നെ ഓർപ്പിൻ നിങ്ങൾ വത്സലരെ ശാന്തിയാവാഴും താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ോ ഒരാൽപ്പത്തെ നിൻകൃപശോഭിക്കും നാളിൽ നിർത്തണമേ വലമാ ഇവനെ നാദാദേവാദാസന്നേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവനെ ഹല്ലേലൂയ ഹല്ലേലൂയ ആനഹർ ആഫിക്കൽ ലാബ്ദു വഫറുക ബസുഗദു തൈ ബുസു ഹല്ലേലൂയ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിയോടും നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഈവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ഭഗവാനിരിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതിയും നാം എല്ലാവരും ഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Mem sulto kalisto Mariam Holendin Kokadokwa അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുബ്രാനോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെ നമ്മോട് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു.
പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രന് തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. എല്ലാവരും ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അറിയിച്ചു. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. ജീവൻ ഏവർക്കും നൽകുന്നു. ശരീരം ഭാഷിച്ചെന്നിക്കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുടെയും അമർത്തും നടന്നിരിക്കുന്നവനെ മനുഷ്യ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങളെ കുറിച്ച് കർത്താവ് ഇവിടെ അസ്പഷ്ടമായി വെളിപ്പെടുത്തുമ്പോൾ അമ്മയുടെ ഉദരത്തിലെ 9 മാസക്കാലത്തെ വാസം മനുഷ്യ ജീവിതത്തിന്റെ 1-ാം ഘട്ടം, 70 ആയാൽ 80 വർഷം നിലനിൽക്കുന്ന ഇഹലോക ജീവിതത്തിന്റെ 2-ാം ഘട്ടം, ഇതിനപ്പുറത്ത് നാം ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ലാത്തതായ മറ്റൊരു ലോകം. നാസന്റെയും ധനവാന്റെയും ഭൂമിയിൽ കൂടി കർത്താവ് ആ വാസസ്ഥലത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഈ ലോകത്തിന്റെ ചിന്തകളാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആ പഴം തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് കണ്ട് പറിച്ച് തിന്നു ഭർത്താവിന് കൊടുത്ത് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച ആദാമും ഹവ്വായും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ ആ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ അതിൽ നിന്ന് ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനായി അവതരിച്ച് തന്റെ തിരിച്ചറിയ രക്തങ്ങളാൽ അവനെ വീണ്ടെടുത്ത ആ കർത്താവ് നമുക്ക് ഒരു മാർഗം കാണിച്ചു തന്നിരിക്കുന്നു, രക്ഷയുടെ മാർഗം. തന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവൻ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഈ ലോക ജീവിതത്തില് ദുഃഖങ്ങള്, ദുരിതങ്ങള്, ക്ലേശങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ അവയെ സഹിച്ചുകൊണ്ട് കർത്താവിനെ മറുത്തു പറയാതെ അവരിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആ ഭൂമിയിൽ പറയുന്ന ലാസറിനെ പോലെ അബ്രഹാമിന്റെ മടിയിൽ നല്ല വിശ്രമ സ്ഥാനത്തേക്ക് കടന്നു പോകുന്നു. മറിച്ച് ഇതൊന്നും വ്യർത്ഥമാണ്, ഈ പഠിപ്പിക്കലുകളൊക്കെയും വ്യർത്ഥമാണെന്ന് ചിന്തിച്ച് ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യനെ കർത്താവ് മുമ്പിലൂടെ പാതാളത്തിൽ കിടന്ന് അതിവേദന എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറ്റപ്പെടുന്നതായി നമ്മുടെ മുമ്പിൽ വലിച്ച് കാട്ടുന്നത്. അങ്ങനെ ഈ ലോക ജീവിതത്തില് ദൈവപ്രസാദകരമായ രീതിയിൽ ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും എന്നുള്ള തിരുവചന പ്രകാരം ആ സ്വർഗീയ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ, മറിച്ച് ദൈവചിന്തയില്ലാതെ തൻ മാർഗത്തിൽ ജീവിച്ച് കടന്നു പോകുന്ന വ്യക്തികള് പാതാളത്തിൻ്റെതായ
ആ ദുഷ്ട സേനകളുടേതായ അധീനതയിലേക്ക് ആക്കപ്പെടുന്നു. ഇനി 4ാം ഘട്ടം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ അകമ്പടിയോടും കൂടി എഴുന്നള്ളി വന്ന് സകല മരിച്ചുപോയവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കും. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവസാനിപ്പിക്കുന്നത്. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അതെ, ആ 4ാമത്തെ നിത്യസ്വർഗീയ രാജ്യത്തിലേക്ക് ഒരു നാൾ ഈ വാത്സല്യ പിതാവും നാം ഒക്കെയും മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, നാമോ രൂപാന്തരം പ്രാപിക്കും എന്നാണ്. ഈ ശരീരം ക്ഷയിക്കുന്നതാണ്, നശിച്ചു പോകുന്നതാണ്, മണ്ണോട് മണ്ണായി ചേരുന്നതാണ്. കാരണം അത് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. എന്നാൽ അതിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് ഉപമയിലൂടെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് മുളയ്ക്കുന്നില്ല, ജീവിക്കുന്നില്ല. അപ്പോൾ ഒരു സസ്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ആ സസ്യത്തിന്റെ വിത്ത് മണ്ണോട് മണ്ണായി ചേർന്ന് മണ്ണിൽ ലയിച്ചിട്ട് ആ വിത്തുമായി യാതൊരു സദൃശ്യവുമില്ലാത്ത ഒരു മുകുളം അതിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അതാണ് ഫലം കായ്ക്കുന്നത്. അപ്രകാരം ഈ മധ്യശരീരവും തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായി രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാനായി കടന്നു പോകും. അന്ന് കർത്താവിന്റെ 2ാമത്തെ എഴുന്നള്ളത്തിൽ ജീവനോടിരിക്കുന്നവർ അവർ ഈ മധ്യശരീരം പിടിഞ്ഞ് തേജസ്കരിക്കപ്പെട്ട മറ്റൊരു ശരീരത്തോടുകൂടി ദൈവത്തെ എതിരേൽക്കുവാനായി ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ 4ാമത്തെ ജീവിതഘട്ടത്തില് എന്നേക്കുമായി നിലനിൽക്കുന്നതായ ഹല്ലേലൂയ എന്നുള്ള ആ സ്തോത്രഗാനത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്ന ആ കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം കൊണ്ട് ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ സാധിക്കാത്ത ആ സ്വർഗീയ സന്തോഷത്തിന്റെ ഭവനത്തിൽ വെച്ച് ഈ വാത്സല്യ പിതാവിനെ വീണ്ടും കണ്ടുമുട്ടുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ഈ പിതാവിനെ യാത്ര അയക്കാം. ഈ പിതാവിന്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികളോട് ചേർന്ന് നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ട്, വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. ആ നിലയിൽ എന്റെ ഒരു പിതാവിന്റെ സ്ഥാനീയനായ ഈ പിതാവിന്റെ വേർപാടില് വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബത്തിനുമുള്ള അനുശോചനം അറിയിക്കുമ്പോൾ തന്നെ മണനാടുപള്ളി ഇടവകയ്ക്ക് കാക്കനാട്ട് കുടുംബം ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഇത്തരത്തിൽ ഓർക്കുന്നു. ആ എല്ലാ സേവനങ്ങളെയും പ്രതി മണനാടുപള്ളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാരും സെക്രട്ടറിയും ഈ ഭവനത്തിൽ കടന്നു വന്ന് പുഷ്പചക്രം സമർപ്പിച്ച് അവരുടെ അനുശോചനം, പള്ളിയുടെ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ബഹുമാനായ വികാരിക്ക് വേണ്ടി, സഹവൈദികർക്ക് വേണ്ടി, മറ്റ് ഇടവക ജനങ്ങൾ മുഴുവനുമുള്ള ഞങ്ങളുടെ അനുശോചനം നിങ്ങൾക്ക് അറിയിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഈ വാത്സല്യ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ദൂരദേശത്തിരുന്ന് ഇത് കാണുകയും എന്നാൽ ഇതിനോട് സംബന്ധിക്കുവാൻ സാധിക്കാതെയും പോയിരിക്കുന്ന പ്രിയപ്പെട്ട ലിസിയെയും കുടുംബത്തെയും പ്രത്യേകം ഓർക്കുന്നു. അവർക്കും ദൈവം ആശ്വാസം പകരട്ടെ എന്ന് ഈ അവസരത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിലെ എല്ലാ സേവനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും ഈ മൃതശരീരം പടനാട് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അതിനു മുമ്പ് ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ കടന്നുവന്ന് സ്നേഹചുംബനം നൽകി യാത്ര ചോദിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, കോവിഡ് പ്രത്യേക കാലഘട്ടത്തിൽ അതിൻ്റെതായ പ്രോട്ടോകോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ദൈവാലയത്തിൽ 20 പേരിൽ കൂടുതൽ വരുവാനായിട്ട് ഇടയാകരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ചുംബനം നൽകുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾ ചുംബനം കൊടുക്കണം. അതിനുശേഷം ആ പേപ്പർ നീക്കി അടുത്ത പേപ്പർ വെച്ച് വേണം നിങ്ങൾ ചുംബനം കൊടുക്കാനെന്ന് ഓർമ്മിപ്പിക്കണം. സങ്കട കീർത്തനമേ പേർക്കായി പാടിടവേ ഹൃദിവാരകവാരത്തിൽ ബന്ധിച്ചെന്നീ മരണത്തിൻ ദൂരേ
വന്നില്ലായും വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥ നീന്റെ വിഗമാം മലഭാഗേ നിർത്തണമെന്നേ വത്സലരേ സത്യം ഭയമാർ നീടും കഠിന ഭയത്താൽ എന്നകതാരിലകേടുന്നു ജഗദീരക്ഷരനാം മസിഹാനുബലൻ പേർ കാൽവീട്ടരിനാൽ പോകുന്നേ സങ്കടപൂർവം വനനിവാസികളെ ശുഭമൊടുവാണിടുവേ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. എല്ലാവരും ചുമൽ കൊടുത്തു കഴിഞ്ഞെങ്കിൽ മൃതദേഹം എടുക്കാം. ഈ മുഖയും ഈ കുരിശും തിരിയുമൊക്കെ ആദ്യം മുമ്പോട്ട് വെക്കും. വത്സലരേ ദൂര തിന്തിരം നിൽക്കും അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവേ സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവേ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളിക്കൂട്ടും നോർക്ക വെളിവാകും നാഥ നിന്ദൈവികമാം വലഭാഗേ നിർത്തണമെന്നേ വത്സലരേ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താ എൻ്റെ കഥാരിളകിടും ജഗതീരക്ഷകന മശിഹാനൃപനൻ പേർക്ക് ആൾ വീട്ടതിനാൽ പോക്കും സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോടു വാണിടുവേ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം
മൂലം പോക്കും നൽകാ എന്റെ കണക്കില്ല സർവരഹസ്യ വിധീശൻ തൻ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. എന്നെ ഓർമ്മിച്ചതുപോലെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട 20 പേർക്ക് മാത്രമേ പള്ളിയിൽ നിർമ്മാണങ്ങളുള്ളൂ. പള്ളിയിൽ നിൽക്കുന്നവർ തന്നെ ശാരീരിക അകലം പാലിച്ച് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്കാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചുപോലെ ഞങ്ങളുടെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ശുദ്ധിയും ബോധവും എന്നേക്കും ഈ ലോകത്തിൽ ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നൽകുന്നതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാരാക്കപ്പെടുവാനും അവിടെ വെച്ച് പ്രസംഗങ്ങളുടെ നീതിവാനും സദയാക്കണമേ. ഇപ്പോൾ ഞാൻ വിസ്മൃതനായി the
ആനന്ദമില്ലാത്ത ദേശം മഹാകാരണവാനും സത്യവാനും മറന്നില്ലായ്മയുടെ പ്രതയും ജീവനും പറയും സ്ഥലത്തിന്റെയും ശിക്ഷാവും ലോകത്തെയും അതിനെ പുസ്തകത്തിന്റെ ക്രമീകരിക്കുന്നവരുമായ കർത്താവേ, നീ ഭയങ്കരമായ ദീർഘക്ഷമയുള്ളവൻ കാരുണ്യവാനുമാകുന്നു. യാതൊരു ചിന്തകളും തിരുസന്നിധി പരസ്യമായി വിടപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അഭിനന്ദനങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മന്നതമായ ചെളിവാനും മനുഷ്യന്മാരാമാസത്തെ പുല്ലുവാനുമായിട്ട് സകലാത്മാർക്കും ലക്ഷ്യമുണ്ടാകാൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർണ്ണമായ ലോകവും ശ്രേഷ്ഠവും അനിശ്ചിതവുമായ ലോകത്തിലേക്ക് കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരികമായുള്ള താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസന യാത്രയായിരിക്കുന്ന ദാസന്റെ മരണാന്ത ശുശ്രൂഷയുടെ സമയത്ത് തിരിച്ചെന്ന് ഞങ്ങൾ അപേക്ഷിക്കും. പ്രാർത്ഥനയെ സമർപ്പിക്കുന്നവരുടെ യാത്രയാക്കി സ്വർഗീയ ഭാവം വസിക്കുന്നവരെ സമാധാനമാകും. ഇതിന്റെ ദാസനെ ആത്മാവിന് കൈക്കൊള്ളണമേ കർത്താവേ. ദുഷ്ടാത്മാവിലൂടെയൊന്നും നിന്റെ ദാസനെ ആത്മാവിനെ രക്ഷിക്കൊള്ളണമേ. ആയുധങ്ങളുടെ ബന്ധത്തിനും അതിനെ വിളർത്തണമേ. തിരുനാമവാക്യം പരീക്ഷമായിരിക്കുന്നവരുമായി ചുറ്റി നിൽക്കുന്ന പോലുള്ള സേനകൾ ഇതിന്റെ ദാസൻ കഴിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രകൃതിയായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണ്ണമായ നിന്റെ ആശ്രയത്തെ കൊണ്ട് രണ്ടാമൂർണ്ണമായി ചൊല്ലിയിരുന്നു. ഇതിന്റെ ആശ്രയം തിരിച്ചുകൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒരോടൊന്നും രക്ഷിക്കണമേ. നിന്റെ ദാസ പ്രമാണങ്ങൾ തന്നപോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളെ സ്വാഭാവികമായ ദുർബലതകൾ തോന്നുന്നതേ. ഞങ്ങളെ വിട്ടുകൊണ്ടിരിക്കുന്ന തിരുനാമേ ഞങ്ങൾ ദാസം ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ ഭയങ്കരമയും ഇതിന്റെ ദാസനെ വിശ്വസ്തനായ ജയമുള്ള സമൂഹത്തിൽ വസിക്കുന്ന അവകാശ സംഭവമായി ഭവിക്കുവാനാണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാധാരണ ദർശനമായ ആഗ്രഹം നിറവേറാതെ ലജിച്ചു പോകുന്നപ്പോൾ തന്നെ കർത്താവിനെ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, ഇതിന്റെ ദാസനോടെയും കാവൽക്കാരൻ സഹായമായിക്കണമേ. അവിടെ അന്തവിലാസമാകണമേ. അബ്രഹാമിന്റെ വഴിയെ വിസ്മരിച്ചുകൊണ്ടല്ലാതെ നക്ഷത്രങ്ങളും വിസ്മരിക്കുവാനും സംഗതിയാക്കണമേ. കർത്താവേ, ഇതിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും വിടുകൊള്ളും ആനന്ദങ്ങളും മാധുര്യങ്ങളുമായ ജീവിതത്താൽ അധികാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാവുന്ന സമാധാനപരമായ നിധിയാണ് ഞങ്ങൾ അനുഭവിക്കുവാനിടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ വെച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ആനന്ദരായിരിക്കുന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ആവശ്യാനുസരണം നീക്കണമേ. ദൈവമേ, നിന്റെ വശിയാനത്തെ നിന്റെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു ശ്രേഷ്ഠവാനിയുമായ അവിടുത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാം മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഒരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരും വഹിച്ചിരിക്കുന്നതിന്റെ ഭാഗ്യകരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരോടെയുള്ള ശ്വാസം നൽകണമേ. ആ പ്രതീക്ഷമായ പ്രശ്നം നമ്മളോട് കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ആശ്രമായ എല്ലാവരും നിന്റെ നാമത്തെ നിന്റെ ഏകോപത്തിനെ എന്റെ പരിശുദ്ധമായി സ്തുതിച്ചു കൊഴുത്തുവാൻ യോഗ്യാക്കി വേണമേ. Bravo,
കാരണവാനായ ദൈവപ്രകാരം അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സ്വന്തം ഞങ്ങൾ അടയ്ക്കുന്നു. നിന്റെ പ്രപ്രകാരമുള്ള ദൈവത്തിൽ മാറി ഇനി ആത്മാവിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിനബന്ധനങ്ങളിലും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യ സേനകളിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുവാണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിൽ ജീവനോട് പെട്ടെങ്കിലും ചെയ്യുവാൻ ഞങ്ങളുള്ളതിനുമാകുകയും ചെയ്യണമേ. വസ്ത്രം നൽകിയിടും രാജ്യത്തെ കണ്ണിലേറി വരും അവനാനന്ദത്തോ ഡാകുമണ്ണി കൈകോണിടുവിൻ കൽപ്പനാട്ടോ കായ്മുമ്പേരാതെ കരുണിടുമാരാജ് മാമോദീസ ആനീരിൽ നിന്നും ജീവന്റെയും മരണത്തിന്റെയും മേഖലകളുമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ വിശുദ്ധാത്മാവിനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരെ എത്തിച്ചിട്ടുണ്ട്. അവനെ വിശ്രാമപ്പെടാതെ മരണത്തെ ജീവനെ കിടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ചെയ്തവനായ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് ലാഭത്തിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണ്ണമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സൈന്യങ്ങളുടെയും ആധിപത്യമെന്നും സ്വന്തം ആകർഷണായ ദുഷ്ടന്മാരുടെ ആത്മാവിനെ കടികൂടുവാനായ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവർക്കൊന്നും ഈ ഞങ്ങൾ സഹോദര ആത്മാവിനെ നിരീക്ഷിച്ച സ്വർഗീയ പുരുഷനിൽ എത്തിക്കുമാറാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ എതിർപ്പിനായി പുറപ്പെടുകയും സർവവിശുദ്ധന്മാരുടെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ പ്രകാശ രശ്മികളായും ആത്മാക്കളെ പ്രശോഭിക്കുവാനാകണമേ. നാം 3 പ്രാവശ്യം ഏറ്റുചൊല്ലണം. ഭക്തന്മാരിൽ ദൈവം ചെയ്യോ മരണമടഞ്ഞൊരു ദാസന്റെ ജീവാസർവ്വതുണർത്തണമേ. രാജാവേദത്തിൽ നിന്നെഴുന്നള്ളി ജീവനും നൽകുന്നു. സൃഷ്ടി
ഛേദം പ്രാപിപ്പാൻ ഉയരോടെ പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട്
ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാനും മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവേ. ആമീനായി വരയ്ക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ നാം കേൾക്കണം. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രന് ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവന് വലിയായിട്ടുള്ള പ്രവർത്തിക്കുകയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ തിരിച്ച് ജീവിപ്പിക്കുന്ന പോലെ തന്നെ പുത്രനെ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവന് വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിന്റെ തന്നെ നീയുള്ള പ്രകാരം പുത്രന് തന്നെ നീയുണ്ടായപ്പോൾ വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കലറുടെ സ്ത്രീയിലെ എല്ലാവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈലോ വൈശ്ലോ ഇവന്റെ മനുഷ്യനെ എഴുതപ്പെടുന്നതായി കഴിയും മാത്രം അയാൾ മനുഷ്യാത്മാക്കളാക്കുന്ന പ്രതികൂല സൈന്യങ്ങളും ശത്രുക്കളെ വാളയങ്ങളും എല്ലാ സംരക്ഷണമാറാണമേ. പ്രകാശമാനങ്ങൾ വിശുദ്ധന്മാർ കൂടിയുള്ള ആനന്ദങ്ങളെ അറിയുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും നടക്കുന്നുണ്ട് പിതാവിനും ചെയ്യുമാറാണമേ.
തൈലം ഒഴിക്കപ്പെടുന്നു. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന തിരുവചനം ഇപ്പോൾ ഈ ദാസിൽ വചനമായിരിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഭവനത്തിലേക്ക് നാം പോകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയോട് ഞങ്ങളുടെ സ്ഥാനത്തിനായി വരാനിക്കുന്നതുമായ നിന്റെ നാമത്തെ സ്വന്തം ജീവാനായി ബന്ധത്തിനെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്തുതിക്കുന്നു, മനോരമയും ഭാവിയുമായി സ്തുതിക്കുന്നു. നിന്റെ സ്തുതികൾ ശ്രമിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിത്യമുള്ളതുമായി അപ്പോഴെപ്പോഴും എല്ലാ സമയത്തും നിന്റെ സേവനത്തിന്റെ സ്ഥാനങ്ങളുടെ ചെയ്യണമേ. പ്രകാശം
സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്ക് രക്ഷയ്ക്കും വേണ്ടി ദൈവപ്രകാരം സർവ്വത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധ ശരീരയായി തീർന്ന മനുഷ്യനായ പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചോടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനും സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവ് പിതാവിനോട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവൻ ദിവ്യന്മാരും സ്നേഹന്മാരും വാദം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഔദ്യോഗികവും സ്വൈകികവുമായ ഏകവിശുദ്ധ സഭയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ പറഞ്ഞു മരിച്ചുപോടെ പിൻവരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി പൂർണ്ണമാകുന്നു. ഇനിയും മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകണം. ഏറ്റവും മുൻപിലായി തടിക്കുരിശ് 2 വെടിവെടിക്കാരനുമായി 3 പേർ നീങ്ങേണ്ടതാണ്. അതിന് പിന്നാലെ മൃതശരീരം വഹിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ മൃതശരീരത്തിന് മുകളിൽ പിടിക്കുവാൻ വേണ്ടി വടിക്ക് വെളിയിൽ തയ്യാറാക്കുന്നതെന്ന് ഓർമ്മിക്കുന്നു. ഇപ്പോൾ മൃതശരീരം എടുക്കും. പഴൂഴിലുയരും ശോശാനപ്പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാട്ടിടുമ്പോൾ മക്കൾക്കായി അവരിൽ പുകിടുമതിരീടൻ ചിതറിയവരെല്ലാം നേടുന്ന ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോ ബഹുബലവാനം സ്വർഗീയൻ സ്തുത്യൻ ചാതു എത്തുടുപ്പവനത്തെ മരണം നോക ബന്ധിച്ചൊരുവിജ്ഞൻ ദൃഷ്ട ഉന്നതനായ ദൈവം ഇവരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികൾ താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു വനതനുവോട് വേരിൻ ഗുരുരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമേ വെക്കാനായിട്ട് പക്കല്ലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ.
ഗാത്രത്തെ ഭക്ഷിച്ചും അടിയണം നിന്നെ അവരിൽ ജീവിപ്പിപ്പാനിരു നല്ലും രാജാ അറിഞ്ഞിരിക്കുന്നവനെ വന്നവനും മരുന്നവനും മരിച്ചവനെ അനുഗ്രഹമായിട്ട് ശരിയായിട്ട് വിളിച്ചവരെ മറാണമേ ആമേ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മുതൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരമല്ലോ. ഐശ്വര്യപൂർണ്ണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിനു മുമ്പേ തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുവീൻ എന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തൻ്റെ ശരണത്തിൽ നിർമ്മാപിച്ചിരിക്കുന്ന മശിഹായുടെ ഈ ദാസന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവനെ തൻ്റെ വലത്തുഭാഗത്ത് വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം ദൈവം സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധകനുമായി ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാത്സല്യ പിതാവിൻ്റെ മരണ വിവരം അറിഞ്ഞ സമയം മുതൽ ആ ഭവനത്തിൽ വരികയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക നേതാക്കന്മാരോടും ശേഷം ജനങ്ങളോടുമുള്ള നന്ദിയും കൃതജ്ഞതയും പരേതൻ്റെ വീട്ടുകാരെ പ്രതി നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ഈ കർത്തദാസൻ്റെ 3-ാം ചരമദിനം നാളെ കഴിഞ്ഞാണ്. രാവിലെ 6 മണിക്ക് താഴത്തെ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തുടർന്ന് 7:30 മണിക്ക് കബർഗൽ ദോ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കും. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയവരെ അവിടുന്ന് ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവുമ്പത്തിന്റെ പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ ഈ പ്രാർത്ഥന ഉന്നതവും ഭയങ്കരവുമായ അങ്ങയുടെ സിംഹാസനത്തിൻ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ആബോ ബ്രോ റൂഹോ കാഡി ശോ ശോ ബിക്കുലസ് ബാൽ മീൻ.